നമ്മുടെ ഫോണിലെ ഫേസ്ബുക്കോ ഇൻസ്റ്റഗ്രാമോ സ്ക്രോൾ ചെയ്യുമ്പോൾ കാണുന്ന കണ്ടന്റുകൾ അത് വെറും ഒരു അൽഗരിതം കാണിച്ചു തരുന്ന വിനോദമാണെന്ന് കരുതിയെങ്കിൽ നിങ്ങൾക്ക് പാടെ തെറ്റി. നിങ്ങളുടെ ചിന്തകളെ, രാഷ്ട്രീയത്തെ, എന്തിനേറെ ഒരു രാജ്യത്തിൻ്റെ ഭരണത്തെ പോലും മാറ്റി എഴുതാൻ കഴിയുന്നത്ര ശക്തമായൊരു സൈബർ അജണ്ടയാണോ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത്? ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ നിന്നുള്ള ഒരു വീഡിയോ സന്ദേശം മെറ്റ പെട്ടെന്ന് നീക്കം ചെയ്യുന്നു. കാരണം ചോദിച്ചപ്പോൾ മെറ്റയുടെ മറുപടി എന്താണെന്നറിയോ? സോറി, ഒരു സാങ്കേതിക പിഴവ് അഥവാ ടെക്നിക്കൽ എറർ പറ്റിയതാണെന്ന്. സാങ്കേതിക പിഴവോ? കോടിക്കണക്കിന് ആളുകൾ കാണുന്ന രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുടെ ഒരു പോസ്റ്റ് അബദ്ധത്തിൽ ഡിലീറ്റ് ആയി പോയി എന്നൊക്കെ പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ മാത്രം പൊട്ടന്മാരാണോ നമ്മൾ? എന്താണ് മെറ്റയുടെ ഉള്ളിൽ നടക്കുന്നത്? അമേരിക്കൻ ആസ്ഥാനമായിട്ടുള്ള ഈ സോഷ്യൽ മീഡിയ ഭീമന്മാർക്ക് ഇന്ത്യയിലെ രാഷ്ട്രീയത്തിൽ എന്താണ് കാര്യം? നിങ്ങളുടെ ഫീഡിൽ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കാത്ത രാഷ്ട്രീയ പോസ്റ്റുകൾ വീണ്ടും വീണ്ടും കുമിഞ്ഞുകൂടുന്നത് എന്തുകൊണ്ടാണ്? ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് വെറും ഒരു അൽഗുരിതത്തിന്റെ കഥയല്ല. ആഗോള കോർപ്പറേറ്റുകളും ചില രാഷ്ട്രീയ അജണ്ടകളും വിദേശ ശക്തികളും ചേർന്നൊരുക്കുന്ന വളരെ കൃത്യമായ ഒരു സൈബർ പൊളിറ്റിക്കൽ ഗെയിമാണ്. വീഡിയോ പൂർണ്ണമായും കാണുക. നമുക്ക് ആദ്യം നമ്മുടെയൊക്കെ ഫോണിൽ നിന്ന് തന്നെ തുടങ്ങാം. നിങ്ങൾ ഫേസ്ബുക്കോ ഇൻസ്റ്റഗ്രാമോ തുറക്കുന്നു. നിങ്ങൾ ഫോളോ ചെയ്യാത്ത, നിങ്ങൾക്ക് യാതൊരു ബന്ധവും ഇല്ലാത്ത ചില രാഷ്ട്രീയ പ്രൊഫൈലുകളുടെയോ ചില പ്രത്യേക സമരങ്ങളുടെയോ പോസ്റ്റുകൾ നിങ്ങളുടെ ഫീഡിൽ വന്ന് നിറയുകയാണ്. നിങ്ങൾ അത്തരം കണ്ടന്റുകളിൽ നോട്ട് ഇൻട്രസ്റ്റഡ് എന്ന് ക്ലിക്ക് ചെയ്യുന്നു. സാങ്കേതിക വിദ്യയുടെ സന്ദേശം വ്യക്തമാണ്. എനിക്ക് ഈ കണ്ടന്റ് കാണണ്ട. സാധാരണഗതിയിൽ ഒരു നിർമ്മിത ബുദ്ധി അഥവാ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ അൽഗുരിതം അവിടെ നിർബന്ധമായും അത് നിർത്തിയിരിക്കണം. എന്നാൽ എന്താ സംഭവിക്കുക? അടുത്ത ദിവസങ്ങളിൽ അതേ തരത്തിലുള്ള പോസ്റ്റുകൾ വീണ്ടും കൂടുതൽ വീര്യത്തോടെ നിങ്ങളുടെ വാളിൽ എത്തുകയാണ്. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? നിങ്ങൾ കാണരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഷയം നിങ്ങൾ വീണ്ടും വീണ്ടും കാണണമെന്ന് ആർക്കാണ് ഇത്രയും നിർബന്ധം? ഇവിടെയാണ് മെറ്റ ഒരു സ്വാഭാവിക പ്ലാറ്റ്ഫോം എന്നതിൽ നിന്നും മാറി ഒരു ന്യൂട്രലൈസേഷൻ അല്ലെങ്കിൽ ഒപ്പീനിയൻ ബിൽഡിംഗ് മെഷീനായി മാറുന്നത്. ആളുകളിൽ ഒരു പ്രത്യേക രാഷ്ട്രീയ ചിന്താഗതി അല്ലെങ്കിൽ സെന്റിമെന്റ് ബോധപൂർവം അടിച്ചേൽപ്പിക്കാൻ വേണ്ടിയിട്ട് പ്ലാറ്റ്ഫോമുകൾ ശ്രമിക്കുന്നുണ്ട് എന്ന സംശയം കേവലം ഒരു ഭാവനയല്ല. നമ്മൾ മുതിർന്നവരുടെ ഫീഡിന്റെ അവസ്ഥ ഇതാണ് എങ്കിൽ നാളത്തെ ഭാവി തീരുമാനിക്കേണ്ട കൗമാരക്കാരുടെയും യുവാക്കളുടെയും അഥവാ നമ്മുടെ ജൻസികളുടെയൊക്കെ ഫീഡുകളിൽ എന്തായിരിക്കും അവസ്ഥ എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അവരുടെ മനസ്സിലേക്ക് ഏത് തരത്തിലുള്ള സന്ദേശങ്ങളാണ് ഈ അൽഗരിതം ദിവസവും കുത്തിവെക്കുന്നത് എന്ന് ആലോചിച്ചിട്ടുണ്ടോ? ഒരു പ്ലാറ്റ്ഫോമിന്റെ നയങ്ങൾ തീരുമാനിക്കുന്നത് അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന മനുഷ്യന്മാരാണ്. മെറ്റയുടെ ഇന്ത്യയിലെ പ്രധാന തസ്തികകളിൽ ഇരിക്കുന്നവരുടെ പശ്ചാത്തലം പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ ചിത്രത്തിന് കൂടുതൽ വ്യക്തത വരും. പബ്ലിക് പോളിസി ഹെഡായി മെറ്റയിൽ വർക്ക് ചെയ്യുന്നത് അമൻ ജെയിൻ ആണ്. ഇന്ത്യയിലെ മെറ്റയുടെ നയപരമായ കാര്യങ്ങളും സർക്കാരുമായിട്ടുള്ള ബന്ധങ്ങളും കൈകാര്യം ചെയ്യുന്നത് ഇദ്ദേഹമാണ്. ഗൂഗിൾ ഇന്ത്യ, ആമസോൺ ഇന്ത്യ തുടങ്ങിയ വൻകിട കമ്പനികളിൽ പ്രവർത്തിച്ച് പരിചയമുള്ള അമൻ ജെയിൻ മുമ്പ് ജോലി ചെയ്തത് എവിടെയാണെന്നറിയോ? US ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസിലും പിന്നീട് UPA ഭരണകാലത്ത് കേന്ദ്ര കായിക യുവജന മന്ത്രാലയത്തിന്റെ ഉപദേശകനായിട്ടും. 2 ശശാങ്ക് ഷാ, കണ്ടന്റ് പോളിസി മാനേജറാണ് മെറ്റയുടെ. ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഇദ്ദേഹത്തിന്റെ ചുമതല എന്താണെന്നറിയോ? വ്യാജ വാർത്തകൾ തടയുക, വർഗീയ അല്ലെങ്കിൽ അക്രമപരമായ പ്രസംഗങ്ങൾ നീക്കം ചെയ്യുക, തിരഞ്ഞെടുപ്പ് കാലങ്ങളിൽ പ്ലാറ്റ്ഫോം ദുരുപയോഗം ചെയ്യുന്നത് തടയുക. അതായത് പ്ലാറ്റ്ഫോമിൽ എന്ത് വരണം എന്ത് പോകണം എന്ന് തീരുമാനിക്കുന്നതാണ് ഇദ്ദേഹത്തിന്റെ ജോലി. ഇദ്ദേഹത്തിന്റെ മുൻകാല തൊഴിൽ പരിചയം നമുക്കൊന്ന് പരിശോധിക്കാം. UPA ഭരണകാലത്ത് കേന്ദ്ര നിയമമന്ത്രിയായിരുന്ന അശ്വനി കുമാറിന്റെ പാർലമെന്ററി ലെജിസ്ലേറ്റീവ് റിസർച്ചർ ആയിരുന്നു. ഇനി 3 പ്രിയങ്ക റാവു, ഫോമർ പബ്ലിക് പോളിസി മാനേജർ മെറ്റ ഇന്ത്യ. സമീപകാലം വരെ മെറ്റയുടെ ഇന്ത്യയിൽ പബ്ലിക് പോളിസി മാനേജറായി പ്രവർത്തിച്ച പ്രിയങ്ക റാവു കോൺഗ്രസ് പാർട്ടിയുടെ വക്താവും ലീഗൽ പോളിസി വിദഗ്ധനുമായ മുഹമ്മദ് അലി ഖാന്റെ ഭാര്യയാണ്. ഇപ്പോൾ കാര്യങ്ങൾ നിങ്ങൾക്ക് കുറച്ചുകൂടി വ്യക്തമാകുന്നുണ്ടോ? മെറ്റയുടെ ഉയർന്ന തസ്തികകളിൽ ഇരിക്കുന്നവരും അവരുടെ മുൻകാല രാഷ്ട്രീയ അല്ലെങ്കിൽ ബ്യൂറോക്രാറ്റിക് ബന്ധങ്ങളും യാദൃശ്ചികമാണെന്ന് നിങ്ങൾ കരുതുകയാണെങ്കിൽ പിന്നെ എനിക്കൊന്നും പറയാനില്ല. എന്തായാലും ഈ 3 പേർ മാത്രമാണോ ഇതെല്ലാം ചെയ്യുന്നത്? തീർച്ചയായിട്ടും അല്ല. ഏതൊരു സ്ഥാപനത്തിനും ഉയർന്ന ഉദ്യോഗസ്ഥന്മാരുടെ അജണ്ടകൾ നടപ്പിലാക്കാൻ തക്ക വിധമുള്ള ആളുകളെ ആയിരിക്കും അവർക്ക് കീഴിലും നിയമിക്കുക. അതുകൊണ്ട് തന്നെ പ്ലാറ്റ്ഫോമിലെ കണ്ടന്റ് മോഡറേഷനും ആൽഗരിതം ട്രെയിനിങ്ങും പൂർണ്ണമായിട്ടും ഒരു പ്രത്യേക ദിശയിലേക്ക് തിരിച്ചുവിടാൻ ഇവർക്ക് വളരെ എളുപ്പമാണ്. ഇതൊക്കെ വെറും ഒരു ആഭ്യന്തര രാഷ്ട്രീയ പോരാട്ടമായി നിങ്ങൾ കാണുന്നുണ്ടോ? പ്രതിപക്ഷ പാർട്ടികളുടെ കളിപ്പാവകളാണോ ഈ പ്ലാറ്റ്ഫോമുകൾ? അതല്ല, ഇതിലും വലിയൊരു ചിത്രം ഇതിന് പിന്നിലുണ്ട്. കേവലം ഏതെങ്കിലും ഒരു വ്യക്തിയോ രാഷ്ട്രീയ പാർട്ടിയോ വിചാരിച്ചാൽ പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന ഒന്നല്ല മെറ്റ പോലെയുള്ള
ഒരു ആഗോള ഭീമൻ. ഇവിടെയാണ് അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് എന്ന ആശയം വരുന്നത്. ഡീപ് സ്റ്റേറ്റ് എന്താണെന്ന് അറിയില്ലേ? പറഞ്ഞുതരാം. ഒരു രാജ്യത്തിന്റെ ജനാധിപത്യ സർക്കാരിന് പുറത്തു നിന്നും ഭരണകൂടത്തിന്റെ നയങ്ങളെയും മറ്റ് രാജ്യങ്ങളുടെ രാഷ്ട്രീയത്തെയും രഹസ്യമായി സ്വാധീനിക്കാൻ ശ്രമിക്കുന്ന ആഗോള ഇന്റലിജൻസ് ബിസിനസ് കോർപ്പറേറ്റ് ശൃംഖലകളെയാണ് പൊതുവെ ഇത്തരത്തിൽ വിളിക്കുന്നത്. ലോകത്ത് സാമ്പത്തികമായിട്ടും തന്ത്രപരമായും അതിവേഗം വളരുന്ന ഇന്ത്യയിലൊരു സ്ഥിരതയുള്ള സർക്കാർ ഉണ്ടാകുന്നത് പല വിദേശ ശക്തികൾക്കും താല്പര്യമുള്ള കാര്യമല്ല. ഇന്ത്യയെ നിയന്ത്രിക്കാൻ എളുപ്പമുള്ള അല്ലെങ്കിൽ വിദേശ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങുന്ന നമ്മുടെ പഴയ ആ ഭരണകൂടം ഇവിടെ വീണ്ടും വരണമെന്ന് ആഗ്രഹിക്കുന്ന ശക്തികൾ ആഗോളതലത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നത് സുനിശ്ചിതമാണ്. അതിനുവേണ്ടി അവർ കണ്ടെത്തിയ ഏറ്റവും വലിയ ആയുധമാണ് സോഷ്യൽ മീഡിയ. ജനങ്ങളുടെ മാനസികാവസ്ഥയെ മാറ്റുക, വിദ്വേഷവും അസ്ഥിരതയും സൃഷ്ടിക്കുക, സർക്കാരിനെതിരെയുള്ള പൊതുവികാരം കൃത്രിമമായി നിർമ്മിച്ചെടുക്കുക, അഥവാ ഫാബ്രിക്കേറ്റഡ് സെന്റിമെന്റ്സ് ഉണ്ടാക്കിയെടുക്കുക. ഇതൊക്കെയാണ് ഇത്തരം തന്ത്രങ്ങളുടെ പ്രധാനപ്പെട്ട ഭാഗം. പ്രധാനമന്ത്രിയുടെ വീഡിയോ സാങ്കേതിക പിഴവ് എന്ന് പറഞ്ഞ് നീക്കം ചെയ്ത സംഭവത്തിൽ കാര്യങ്ങൾ വെറുതെ വിടാൻ ഇന്ത്യൻ ഭരണകൂടം തയ്യാറായിട്ടില്ല. സമീപകാലത്ത് പുറത്തു വന്ന റിപ്പോർട്ടുകൾ പ്രകാരം കേന്ദ്ര സർക്കാർ മെറ്റയുടെയും ഇൻസ്റ്റഗ്രാമിന്റെയും ആഗോള മേധാവികളെ നേരിട്ട് വിളിച്ചു വരുത്തി വിശദീകരണം ചോദിച്ചിരിക്കുകയാണ്. മാർക്ക് സുക്കർബർഗും മെറ്റയുടെ ആഗോള നേതൃത്വത്തിനും അവർക്ക് വരെ വ്യക്തമായ സന്ദേശമാണ് ഇന്ത്യ ഇപ്പോൾ നിലവിൽ നൽകിയിരിക്കുന്നത്. മറ്റു രാജ്യങ്ങളിലെ ഭരണകൂടങ്ങളെയൊക്കെ അട്ടിമറിക്കാൻ നിങ്ങൾ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചതുപോലെ ഇന്ത്യയിലും ഇത് നടപ്പിലാക്കാൻ നിങ്ങൾ നോക്കണ്ട. ഏത് അൽഗരിതത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രധാനമന്ത്രിയുടെ വീഡിയോ നീക്കം ചെയ്തത്? എന്തുകൊണ്ടാണ് 11 ലക്ഷത്തിലധികം ആളുകൾ കണ്ട വളരെ നിർണായകമായ ഒരു ഘട്ടത്തിൽ രാജ്യത്തോട് സംസാരിച്ച സന്ദേശം അപ്രത്യക്ഷമായത്? ഇതിന് കേവലം ടെക്നിക്കൽ എറർ എന്ന വാക്കിലപ്പുറമുള്ള വിശദീകരണം നൽകാൻ മെറ്റ നിർബന്ധിതരായിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഡൽഹിയിലെ ചില പ്രക്ഷോഭങ്ങളിലും സമരങ്ങളിലും അമേരിക്കൻ പൗരന്മാരുടെയും വിദേശ സംഘടനകളുടെയും സാന്നിധ്യം കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികൾ നിരീക്ഷിച്ചിരുന്നു. ലണ്ടനിൽ പരിസ്ഥിതി പ്രവർത്തക ഗ്രെറ്റ തുൻബെർഗ് ഉൾപ്പെടെയുള്ളവർ സമരങ്ങൾക്ക് പിന്തുണയുമായി എത്തിയതും ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ഇടത് ലിബറൽ ആഗോള ശൃംഖലയുടെ തെളിവായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. ഇന്ത്യയിലെ പ്രതിപക്ഷ ശക്തികളും വിദേശ NGOകളും അമേരിക്കൻ സോഷ്യൽ മീഡിയ കോർപ്പറേറ്റുകളും ചേരുന്ന ഒരു മൗന കൂട്ടുകെട്ട് അഥവാ അൺഹോളി നിക്സസ് എവിടെ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന വലിയ ചോദ്യമാണ് ഇതിലൂടെ ഉയരുന്നത്. ഇനി എന്താണ് ഇതിനുള്ള പരിഹാരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആഗോള ബൂർഷ കമ്പനികളും വിദേശ ശക്തികളും അവരുടെ കളി ഭംഗിയായി കളിക്കുമ്പോൾ അതിനേക്കാൾ ശക്തമായി ഡിജിറ്റൽ പ്രതിരോധം തീർക്കുക എന്നത് മാത്രമാണ് ഇന്ത്യക്ക് മുന്നിലുള്ള വഴി. അത് ഇന്നത്തെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ എളുപ്പമാണ്. ടെക്നോളജി ഭീമന്മാർ നമ്മുടെ രാജ്യത്തിന്റെ നിയമങ്ങൾക്കും പരമാധികാരത്തിനും മുകളിലല്ല എന്ന് ഉറപ്പുവരുത്തണം. നമ്മൾ ഉപഭോക്താക്കൾ എന്ന നിലയിൽ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ ഫോൺ സ്ക്രീനിൽ വരുന്ന ഓരോ വാർത്തയും പോസ്റ്റും റീൽസും അത് യാദൃശ്ചികമല്ല. അതിന് പിന്നിൽ കൃത്യമായ പഠനങ്ങളും അൽഗോരിതങ്ങളും ചിലപ്പോൾ ചില വലിയ അജണ്ടകളും ഒക്കെ ഉണ്ടാകാം. നിങ്ങൾ എന്ത് ചിന്തിക്കണം, ആരെ പിന്തുണയ്ക്കണം, ആരെ വെറുക്കണം എന്ന് മറ്റൊരു വിദേശ കമ്പനി തീരുമാനിക്കുന്ന അവസ്ഥ സമ്മതിച്ചു കൊടുക്കരുത്. ഇന്ന് നമ്മൾ കാണുന്ന ഈ സാങ്കേതിക തരാതരം വെറുമൊരു തുടക്കം മാത്രമാണ്. ഈ വലിയ ഡിജിറ്റൽ യുദ്ധത്തിൽ നമ്മുടെ ബോധവും യുക്തിയും തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ ആയുധം. നിങ്ങളുടെ ഫീഡിലും ഇതുപോലെ അനാവശ്യ രാഷ്ട്രീയ പോസ്റ്റുകളൊക്കെ താനേ വന്ന് നിറയാറുണ്ടോ എന്ന് ഇനി ചിന്തിക്കുക. മെറ്റയുടെ സാങ്കേതിക പിഴവ് വിശദീകരണത്തിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പരമാവധി ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും അയച്ചു കൊടുക്കുക. മറ്റു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.